നിങ്ങൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ പത്മനാഭനെ തൊഴുതു കഴിഞ്ഞാൽ മറക്കാതെ തൊഴേണ്ട രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന അരകത്ത് ദേവി ക്ഷേത്രം. അരകത്ത് ഭഗവതി, ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ ഭാവങ്ങളിൽ സാന്നിധ്യം ചെയ്യുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ മാറി കരുമം ഇടഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവതി പത്മനാഭന്റെ സഹോദരിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും പത്മനാഭനെ പ്രതിഷ്ഠിച്ച അതേ വില്ലുമംഗലം തന്നെയാണ്. പത്മനാഭനോടൊപ്പം കൂടിയാറാട്ടുള്ള ഏക ദേവീക്ഷേത്രവും അരകത്ത് ദേവീക്ഷേത്രമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രാധാന്യങ്ങളുള്ള ദേവീക്ഷേത്രമാണ് അരകത്ത് ശ്രീ ദേവീക്ഷേത്രം. എപ്പോഴാണോ നിങ്ങൾ പത്മനാഭസ്വാമിയെ വന്ന് തൊഴുന്നത്, അതിനുശേഷം വന്ന് നിർബന്ധമായും തൊഴേണ്ട ഒരു ക്ഷേത്രമാണ് അരകത്ത് ദേവീക്ഷേത്രം എന്ന് ഐതിഹ്യം പറയുന്നു. തീരുന്നില്ല, ഇവിടത്തിന് ശേഷം തൊട്ടടുത്തതായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയാലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദർശനം പൂർണ്ണമാകുന്നുള്ളൂ. എങ്ങനെയാണോ നമ്മൾ ഗുരുവായൂർ പോയി മമ്മിയൂരും പോയാലേ ദർശനം പൂർത്തിയാവും എന്ന് പറയുന്നത്, അതുപോലെയാണ് ഈ 3 ക്ഷേത്രങ്ങളിലും ക്രമമായി ദർശനം നടത്തുമ്പോൾ മാത്രമാണ് പത്മനാഭസ്വാമി ദർശനം പൂർത്തിയാകുന്നത്.